ഓസ്ട്രേലിയയിലേക്ക് ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നുള്ള GS ജെനുവിറ്റി സ്റ്റുഡൻറ്റ് ടെസ്റ്റ് എന്നുള്ളത് ക്ലിയർ ആയി പോകാനായിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ അവിടേക്കുള്ള സ്റ്റുഡൻറ്റ് വിസയിൽ കാര്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് അവർ ഡബിൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ നമ്മൾ ലിവിങ് കോസ്റ്റായിട്ട് കാണിക്കുന്ന പൈസയും ഏകദേശം ഒരു 25% അവർ ഹൈക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഈ GS എന്നുള്ള കാര്യത്തിൽ അവർ സ്റ്റുഡൻസിൻ്റെ അടുത്തുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസും അവർ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ഈ അടുത്ത കാലം വരെ അതെല്ലാം റാൻഡം ആയിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ അവരിപ്പം എല്ലാ സ്റ്റുഡൻസിനെയും നേരിട്ട് വിളിച്ചിട്ട് അവരുടെ SOPയുടെ കാര്യങ്ങളും അതേപോലെ തന്നെ ഫിനാൻഷ്യൽസിൻ്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ കുട്ടികൾ വളരെ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കണം ഓസ്ട്രേലിയയിലേക്കുള്ള ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് കുട്ടികളുടെ പാരൻസ് സ്പോൺസേഴ്സിനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. സ്പോൺസേഴ്സിൻ്റെ ആനുവൽ ഇൻകം ഓസ്ട്രേലിയ വളരെ കാര്യമായിട്ട് നോക്കി തുടങ്ങിയിട്ടുണ്ട്. 12 മുതൽ 15 ലക്ഷം രൂപ വരെ പാരൻസിൻ്റെ രണ്ടുപേരുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഇൻകം അവർക്ക് കാണണം. ഇനി അതിപ്പം കുറച്ചും കൂടി വലിയ യൂണിവേഴ്സിറ്റികളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ G8 പോലത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കതിൽ ഏകദേശം 18 മുതൽ 20 ലക്ഷം രൂപ കമ്പൈൻഡ് ആയിട്ടുള്ള ഇൻകം, അതും പാരൻസിൻ്റെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ കണ്ടിട്ടുള്ള കാരണം തന്നെ കുറേ കുട്ടികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളിൽ. അതുപോലെ തന്നെ ITR എന്നുള്ള സംഭവത്തിൽ ആ ITR നമ്മൾ ഒരു വർഷം തന്നെ 2-3 തവണയൊക്കെ ഫയൽ ചെയ്തിട്ട് കാര്യമില്ല. സെപ്പറേറ്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ തന്നെ ഇതിപ്പോൾ 2025 ഒരെണ്ണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് 2024 ഒരെണ്ണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 23, 24 വേറെ ചെയ്തിട്ടുണ്ടായിരിക്കണം, 22, 23 വേറെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ആ സെപ്പറേറ്റ് ഇയറിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ഉള്ള കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പുതിയ ചേഞ്ചസ് ഓസ്ട്രേലിയ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഈ പറയുന്ന ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് കൂടി ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക.